ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ്. ഞാൻ 2-3 ദിവസം മുമ്പെടുത്ത് വെച്ച വീഡിയോ ആണിത്. അപ്പോൾ അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, ഒരു 5:30 തന്നെ എഴുന്നേറ്റതായിരുന്നു. പക്ഷേ റൂത്ത് മോള് നമ്മുടെ ഫീഡിങ്ങൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടെ നേരമൊക്കെ അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് കിടത്താമല്ലോ എന്നൊക്കെ ഓർത്താണ്. പക്ഷേ രണ്ടുപേരും എഴുന്നേറ്റ് പോകുന്നു ഗൈസ്. അപ്പോൾ ഉണ്ടല്ലോ, ഇന്നാണെങ്കിൽ ഡിനുവിന് ചോറ് കെട്ടിക്കൊണ്ട് പോകേണ്ട ഒരു ദിവസം, ലഞ്ച് കൊണ്ടുപോകേണ്ട ഒരു ദിവസമാണ്. കാരണം ആളിന്ന് നമ്മുടെ ഇവിടെ വീട്ടിൽ വന്നല്ല കഴിക്കുന്നത്, ജോലിക്ക് പുറത്താണ് പോകുന്നത്. അവിടെയാണെങ്കിൽ ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റത്. കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കൊടുത്തു വിടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഹറിബറിയായിട്ടാണ് ചെയ്യണത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പ്ലാൻ ചെയ്തത് പുട്ടും കടലയാണ്. അതാകുമ്പോൾ സുഖമാണല്ലോ. പുട്ടാണെങ്കിൽ ഞാൻ പൊൻകതിറിൻ്റെ പുട്ടേ യൂസ് ചെയ്യാറില്ല, എനിക്ക് മറ്റേത് കുഴക്കറിയില്ല. ഞാൻ പിന്നെ കടലയിലോട്ട് സവാള, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് വെള്ളവുമായിട്ട് കുക്കറിലോട്ട് അടപ്പത്തോട്ട് വെച്ചിട്ട് ഞാൻ ചായ കുടിക്കാൻ നിന്നു. അതാകുമ്പോൾ വിസിൽ വന്ന് കഴിയണ ടൈമാകുമ്പോൾ ചായയും കുടിച്ച് കഴിയും. ഞാനപ്പോൾ ഷുഗർ കട്ടെന്ന് വിചാരിച്ചാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാറ്. പക്ഷേ രാവിലത്തെ കട്ടൻ ചായയിൽ എൻ്റെ മനസ്സ് മാറിപ്പോകും ഗൈസ്. ഞാനെടുത്ത് പഞ്ചസാര ഇട്ട് തന്നെ കുടിക്കും. അപ്പോൾ അതേ റൂത്ത് മോള് വന്നിട്ടുണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്. ആക്ച്വലി അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കിടന്ന് കരയുകയായിരുന്നു. പിന്നെ തന്നെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഞാൻ പിന്നെ കുറേ നേരം അവളെ ആശ്വസിപ്പിച്ച് വിട്ടു. അപ്പം ഞാൻ ഷുഗർ പോരാണ്ട് പിന്നെയും കുറച്ച് മധുരം എടുത്ത് കഴിക്കുകയാണ്. പിന്നെ അമ്മ വന്നപ്പോൾ ലൂക്കിനൊക്കെയുള്ള പാല് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കിച്ചണിൽ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ എനിക്ക് കിച്ചണിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇടയ്ക്ക് ലൂക്കും റൂത്തൊക്കെ വന്നെയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ബാക്കി എല്ലാ കാര്യവും അമ്മ നോക്കിക്കോളും. പിന്നെ അത് ഡിനു ആണെങ്കിൽ പാത്രമൊക്കെ അവിടെ നിന്ന് തന്നെ വാഷ് ചെയ്തിട്ടാണ് വരാറ്. എന്നാലും ഞാനൊന്നും ഇവിടെ വന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കും. കാരണം തലേദിവസം തന്നെ വാഷ് ചെയ്താണല്ലോ ആൾ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഒന്നും കൂടി നന്നായിട്ട് വാഷ് ചെയ്ത് സെറ്റാക്കി വെക്കും. പിന്നെ ഉണ്ടല്ലോ, ഓംലെറ്റും തൈരും കൊഴുവ വറുത്തുമാണ് ഞാൻ കൊടുത്ത് വിടാൻ തീരുമാനിച്ചത് കറിയായിട്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഇത്തിരി സുഖം പണിയുമാണ്. പക്ഷേ ആൾക്കങ്ങനെ മീൻ വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇഷ്ടം ഏറ്റവും തൈരാണ്, ഇങ്ങനെ ഒഴിച്ച് ചാറ് പോലെ ഇഷ്ടം. ജസ്റ്റ് നമ്മുടെ കട്ടത്തൈരിൽ പച്ചമുളകും സവാളയൊക്കെ ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ അത് ഓംലേറ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി കൊടുത്തു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ട് തന്നെയാണ് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാകുമ്പോൾ പിന്നെ എനിക്ക് ഒരു ഉന്മേഷവും കൂടി കിട്ടും. പിന്നെ ഇതെന്തായിരുന്നു ഗൈസ്, മറന്നുപോയല്ലോ. അത് പിന്നെ പുട്ടിനുള്ളത് കുഴച്ച് വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ പുട്ട് പാളിപ്പോയിട്ടോ ഗൈസ്. പിന്നെ അമ്മ വന്നിട്ട് റെഡിയാക്കി തന്നു. പൊൻകതിർ സാധാരണ റെഡിയാകാറുള്ളതാണ്, പക്ഷേ വീഡിയോ എടുക്കുന്നതാണെന്ന് കൊണ്ടാണെന്ന് തോന്നുന്നു അത് നന്നായിട്ട് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ വന്ന് പൊടിയൊക്കെ ആഡ് ചെയ്തു. ഞാൻ കുഴച്ച സമയത്ത് ഇതൊരു പായസം പോലെയാണ് ഇരുന്നേച്ചത്. പിന്നെ അമ്മ വന്ന് എനിക്ക് സെറ്റാക്കി ഒക്കെ തന്നു. പിന്നെ ഞാൻ തലേദിവസം പക്കോവടയിൽ ചിക്കൻ കുറച്ച് ബാക്കിയുള്ളത് വെച്ച് പക്കോവടക്ക് ഞാനിങ്ങനെ ഫ്രൈ ചെയ്യാനുള്ളത് ഇതാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്കിള് തലേദിവസം വന്നതുകൊണ്ട് അത് വറുത്തില്ല. അപ്പോൾ ഇന്ന് അതും കൂടി ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തു വിടാമെന്ന് ഓർത്ത് അതും ഞാൻ വേഗം വറുത്തെടുത്തു. പിന്നെ തലേദിവസം തന്നെ പുരട്ടി വെച്ച കൊഴുവയും ഉണ്ടായിരുന്നു, അതും കുറച്ചെടുത്ത് വറുത്ത് കൊടുത്തു. അപ്പോൾ എല്ലാം സത്യം പറഞ്ഞാൽ എളുപ്പപ്പണിയാണ് ചെയ്യാറ്. കുട്ടികളെ ഇട്ടുണ്ട് ഒക്കെ ചെയ്യാൻ കുറച്ച് റിസ്ക് ആണല്ലോ. എന്തായാലും ഈ പക്കവട ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ അതിൻ്റെ റെസിപ്പി എന്തായാലും ഇടാം കേട്ടോ ഗൈസ്. എനിക്കൊത്തിരി ഇഷ്ടം, എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ചിക്കൻ നഗറ്റ്സിൻ്റെയൊക്കെ ഒരു ഫീൽ എനിക്ക് തോന്നി. നമ്മൾ സാധാ പക്കവട കഴിക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ. ആൾക്കാണെങ്കിൽ ഇങ്ങനെ വാഴലയിലൊക്കെ ചോറ് കെട്ടിക്കൊടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ നമ്മുടെ ഇപ്പോൾ പറമ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ വാഴ കംപ്ലീറ്റ് കളഞ്ഞു. ഇനി പുതിയത് നട്ടിട്ട് വേണം. അപ്പോൾ ഇപ്പോൾ വാഴയില്ലാത്ത കൊണ്ട് ലഞ്ച് ബോക്സിലാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആൾക്കതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ, നിവർത്തികേട് കൊണ്ടാണ് നമ്മളിപ്പോൾ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. മാക്സിമം മറ്റേ ഓവണിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ പാത്രമില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് പാത്രമാണ് കൊടുത്ത് വിടാറ്. കാരണം മറ്റേ പ്ലാസ്റ്റിക് ആകുമ്പോൾ ഉരുകിപ്പോരോ. പിന്നെ നമ്മുടെ ഈ ചില്ലിൻ്റെ പാത്രങ്ങളിലൊക്കെയാണ് കറി നമ്മൾ കൊടുത്തു വിടണത്. അപ്പോൾ ഇത് ഓംലെറ്റും എല്ലാം ഞാൻ പാക്ക് ചെയ്ത് സെറ്റാക്കി ഞാൻ ഒരു കവറിലാക്കി കൊടുത്തു. ആളെടുത്തുകൊണ്ട് പൊക്കോളും. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അതേപോലെ തന്നെ പാക്ക് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റിന് കടല ഒന്ന് സെറ്റാക്കി ഞാൻ പുഴുങ്ങി മാത്രമേ ഇട്ടുള്ളൂ. കറിയായിട്ട് വെച്ചത് അമ്മയാണ്. കാരണം കടലയൊക്കെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല.
ഇതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറേ നേരം റെസ്റ്റ് ചെയ്യും കേട്ടോ. പോയി ഞാൻ പിന്നെ അധികം നേരം ബാക്കി പണികളൊക്കെ പിന്നെ കുറച്ച് നേരം ഇരുന്ന് നന്നായിട്ട് പിന്നെ ഒരു പാൽ ചായ, കട്ടൻ ചായ കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു പാൽ ചായ കുടിക്കലും കൂടി ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടൊക്കെ ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യാറുള്ളൂ. അമ്മ അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യും. റൂത്തൊക്കെ പിന്നെ രാവിലെ തന്നെ എന്തെങ്കിലും പണി തരാനാണ് എഴുന്നേറ്റ് വരുന്നത്. ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ സ്നഗ്ഗി എല്ലാം എടുത്ത് മൊത്തം വെതറിയിടലാണ്. ഞാൻ പിന്നെ ഉള്ള പാത്രങ്ങളൊക്കെ കംപ്ലീറ്റ് കഴുകി. പിന്നെ ആ സൈഡിലിരിക്കുന്ന പച്ച ഒരു കൊട്ടയോ എന്താ അതിനെ പറയുന്നത് ഗൈസ്, അത് നല്ല സംഭവമാണ്. വെള്ളമെല്ലാം ഇങ്ങോട്ട് നമ്മുടെ സിങ്കിലോട്ട് തന്നെ പോരും. പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പക്ഷേ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ തന്നെ കഴുകിയില്ലെങ്കിൽ ഇല്ലേ, ആ പാത്രങ്ങളിൽ നിന്ന് വീഴുന്ന വെള്ളം അവിടെ അടിഞ്ഞ് ആ സൈഡിലൊക്കെ അടിഞ്ഞിട്ട് പുഴുക്കൾ വരാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ആഴ്ച ഒരു ദിവസം കഴുകിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഒരു ദിവസം എടുത്തപ്പോഴാണ് ഇങ്ങനെ നന്നായിട്ട് പുഴുവിനെ കണ്ടത്. പിന്നെ തൊട്ട് നമ്മൾ 2 ദിവസം കൂടുമ്പോൾ കഴുകിയിടാറുണ്ട്. അപ്പോൾ അതിനൊരു ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ആദ്യം മേടിച്ച ടൈമിൽ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. അത് നമ്മൾ ഒരാഴ്ച കൂടി അപ്പോൾ നമ്മൾ ഡെയിലി കഴിക്കാൻ കുഴപ്പമില്ല. ഒരാഴ്ചയൊക്കെ കൂടി കഴുകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പുഴുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് ബാക്ടീരിയയൊക്കെ നമ്മുടെ വയറ്റിൽ ചെന്നാലോ എന്ന് പേടിച്ച് നമ്മൾ 2 ദിവസം കൂടുമ്പോൾ തന്നെ കഴുകി വെക്കാറുണ്ട്. പാത്രങ്ങളൊക്കെ പകുതി കഴുകിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞല്ലേ ഗൈസ്. പാത്രങ്ങൾ കഴുകലാണ് ഏറ്റവും പാട്. നടുവാണെ വിട്ടു പോകും പാത്രം കഴുകുന്ന ടൈമിൽ. എന്നാലും പിന്നെ അവിടെയൊക്കെ കഴുകി ഫുൾ ക്ലീൻ ചെയ്ത് അടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് ഹോളിലോട്ട് വന്നപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അമ്മ ലൂക്കിനായിട്ടാണ് ഇരിക്കുന്നത്. അവൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കുളിപ്പിച്ച് സ്നഗ്ഗി മാറ്റി അങ്ങനെ കുറേ പണികളുണ്ടല്ലോ അവനെ നോക്കാൻ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ നോക്കി. പിന്നെ ഞാൻ വേഗം എല്ലാം സെറ്റാക്കി ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു. സ്നഗ്ഗി ഒരു കവറിൽ പൊട്ടിക്കാത്ത പുതിയ സ്നഗ്ഗിയായിരുന്നു. അത് മൊത്തം റൂത്ത് വെതറി വാരി ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ദേ ഇവിടെയൊക്കെ ഫുൾ അടിച്ചു തുടച്ചൊക്കെ ഇട്ടു ഗൈസ്. പിന്നെ പുതിയ ചൂലായതുകൊണ്ട് ഇത്തിരി ഇൻട്രസ്റ്റും കൂടി കൂടുതലാണ് നന്നായിട്ട് അടിച്ചൊക്കെ ഇടാനായിട്ട്. എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ വീട്ടുപണിയൊക്കെ ചെയ്യാൻ നമുക്ക് ശരിക്കും ഇൻട്രസ്റ്റ് വരാറുണ്ടല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. ഞാൻ പിറ്റേ ദിവസം ഇപ്പം രാത്രിയാണ് മേടിക്കണമെങ്കിൽ പിറ്റേ ദിവസം ഞാൻ അത് ഓർത്ത് കിടക്കും. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും വീട് മൊത്തം ക്ലീൻ ചെയ്തിടണം അത് വെച്ച്. അങ്ങനത്തെയൊക്കെ കുറേ മൈൻഡിലായിരിക്കും. അപ്പോൾ പുതിയ ചൂലായതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ അടിക്കാറ്. നേരെ റൂമിൻ്റെ ക്ലീനിങ്ങിലോട്ട് കയറി. ഇതേ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുണ്ടായിരുന്നു. പില്ലോ കവറൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കിയൊക്കെ ഇട്ടോടെ ഞാനപ്പോൾ തിരിച്ചു വന്നപ്പോൾ ദേ ഈ ഒരു സീനാണ് കണ്ടത്. അമ്മുമ്മയും മക്കളും കൂടി നല്ല കളിയാണ് ഇവിടെ നിന്ന്. അപ്പോൾ ഇങ്ങനെ അമ്മ ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ പണിയൊക്കെ ചെയ്യാൻ പറ്റും ഗൈസ്. അല്ലെങ്കിൽ 2 കുട്ടികളിട്ട് ചെയ്യൽ ഭയങ്കര പാടാണ്. എല്ലാവർക്കും അങ്ങനെ. എനിക്കാണെങ്കിൽ പുട്ടും കടലയും ഇഷ്ടമല്ല. പുട്ടിൻ്റെ കൂടെ കടല ഇഷ്ടമല്ല. പിന്നെ എനിക്കിഷ്ടം ഗോതമ്പ് പുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരിത്തിരി പുട്ട് മാത്രമേ എടുത്തുള്ളൂ. അതും കഴിച്ചു. അമ്മ സമ്മതിക്കുന്നുണ്ടായില്ല.